ഓർത്തിട്ടുള്ള ഒരു സദസ്സാണ്. ഈമാനിന്റെ നായകന്മാരുടെ പേരുകൾ ഉച്ചരിച്ച സദസ്സാണ്. മഹാന്മാരായ സ്വഹാബത്തിന് ശേഷം വന്നിട്ടുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള ഈമാനിന്റെ അഹ്ലുകാർ, മുഅ്മിനീങ്ങളായ ആളുകളുടെ സ്വഭാവത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ മുമ്പേ നടന്നു നീങ്ങിയ ഈമാനിന്റെ വാക്താക്കളെ മറക്കാത്തവരാണവർ. അതാണ് ഇവിടെ മജ്ലിസുൻ നൂറിലൂടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പേ നടന്നു നീങ്ങിയ, നമ്മുടെ മുമ്പേ ഈമാനിന്റെ വലിയ വാഹകരായി സഞ്ചരിച്ച, ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് ഈമാനിന്റെ വിഷയത്തിൽ എന്നും റോൾ മോഡലുകളായി നിൽക്കുന്ന മഹാത്മാക്കളായ പരിശുദ്ധാത്മാക്കളായ അസ്ഹാബുൽ ബദരിന്റെ നാമം ഉച്ചരിച്ചിട്ടുള്ള ഒരു സദസ്സാണ്. ഇത്തരം മഹാന്മാരുടെ നാമം ഉച്ചരിക്കുന്ന ആളുകൾ, അവരെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ, മഹാന്മാരായ മുഹാജിറുകൾ അൻസാറുകൾ അടങ്ങിയ സ്വഹാബത്തിന്റെ ശേഷം വന്ന താബീങ്ങളും തബഉ താബീങ്ങളുടെ മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾ, അവർക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം? റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചോനെ, ഈമാൻ കൊണ്ട് നമ്മുടെ മുമ്പേ നടന്നു നീങ്ങിയ ആളുകളുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ മുമ്പേ നടന്നുപോയ മഹാത്മാക്കളായ ഈമാനിന്റെ വാഹകരെ ഓർക്കുന്ന സ്വഭാവം, അത് ഈമാനിന്റെ അഹ്ലുകാർക്ക് ഉള്ള സ്വഭാവമാണ്. അതാണ് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്നും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മഹാന്മാരായ അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാക്കളായ സ്വഹാബത്ത്, ബദരീങ്ങളിൽപ്പെട്ടവർ, ഉഹദീങ്ങളിൽപ്പെട്ടവരായ സ്വഹാബത്തിനെ ഓർത്തുകൊണ്ട് അവരെ തവസ്സുൽ ചെയ്ത് ഇസ്തിഗാസ നടത്തി നമ്മുടെ മഹാന്മാരായ ഗുരുനാഥന്മാർ നടന്നു നീങ്ങിയ അതേ വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ പറയാം, ദീനീ ഇൽമിന്റെ അടിത്തറ എന്ന് പറയുന്നത്, ദീനീ വിജ്ഞാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അത് അല്ലാഹുവിനോടുള്ള തഖ്വയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അറിവാണ് ദീനിന് ആവശ്യമുള്ളത്. അല്ലാഹുവിന്റെ ദീനീ വിജ്ഞാനം കരഗതമാക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്. ഞാനതൊന്നും ഇവിടെ പറയണില്ല. പക്ഷേ ഈ സ്ഥാപനങ്ങളിലൂടെ നിങ്ങളെ വളർത്തിയെടുത്ത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വിജ്ഞാനത്തെ പഠിപ്പിച്ചു തരുന്നതിലൂടെ മഹാന്മാരായ ഗുരുനാഥന്മാർ ലക്ഷ്യമിടുന്നത് മുത്തഖീങ്ങളായ ഒരു ഉമ്മത്തിനെ വാർത്തെടുക്കണമെന്നാണ്. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ മുത്തഖീങ്ങളായ മഹാന്മാരായ എത്രയോ ഔലിയാക്കൾ വിട പറഞ്ഞിട്ടുള്ള പരിശുദ്ധ റബീഉൽ ആഖിറിൽ ഒരൊറ്റ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ ഗുണം, അവരുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഗുണത്തെ, അവർക്കുണ്ടാകേണ്ട സ്വഭാവത്തെ, അവരുടെ ജീവിതത്തെ വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിലൂടെ വരച്ചു കാട്ടുന്നുണ്ട്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ശരിയായ ഈമാനിൽ അടിയുറച്ചിരുന്നവരായിരുന്നവർ, ശരിയായ ഈമാൻ കൈവരിച്ചവരായിരുന്നവർ, അല്ലാഹുവിനുള്ള വിശ്വാസം അടിയുറച്ചതായിരുന്നവർ, അല്ലാഹുവിന്റെ ഖദറിലും അല്ലാഹുവിന്റെ ഖലായിലുമുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ മഹാന്മാരായ മുർസലുകളിൽ മേലുള്ള വിശ്വാസം, പ്രത്യേകിച്ച് ഖാതിമുൻ നബിയീന അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസവും സ്നേഹവും
ഇതൊക്കെ ഒരുമിച്ച് കൂടിയവരായിരുന്നു മഹാത്മാക്കൾ. മാത്രവുമല്ല വകാനൂ യത്തഖൂൻ, മുത്തഖീങ്ങളായിരുന്നവര്. ഇൽമ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് അള്ളാഹു ലക്ഷ്യമിടുന്നത് തന്നെ അത് ആ വഴിയിലൂടെ കടന്നു വരുന്ന ആളുകൾ മുത്തഖീങ്ങളാവണം. അവർ അള്ളാഹുവിനെ പേടിയുള്ളവരാവണം, അള്ളാഹ് എന്ന ബോധമുള്ളവരാവണം, അള്ളാഹുവിനെ സർവ്വകാര്യങ്ങളിലും സൂക്ഷിക്കുന്നവരാവണം. എന്തിനേറെ പറയുന്നു, മുന്നിലേക്ക് ഒരു ഭക്ഷണത്തിന്റെ തളിക കൊണ്ടുവന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ അത് എത്ര സുഭിക്ഷമായ ഭക്ഷണമായാൽ തന്നെ അവനറിയാതെ അവന്റെ നാവിൽ നിന്ന് വരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിവന്റെ ആത്മാവ് ഇവനോട് പറയണം. ഏത് സന്തോഷത്തിന്റെ ഘട്ടത്തിലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും, ഏത് ആഘോഷങ്ങളുടെ വേളയിലും അല്ലാഹ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ ഖൽബിനെ എത്തിക്കാത്ത കാലത്തോളം അത് എന്ത് വലിയ സന്തോഷത്തിന്റെ വേളയാകട്ടെ, ദുഃഖമാവട്ടെ, സന്തോഷമാവട്ടെ, സുഖമാവട്ടെ, അല്ലാഹ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ എത്തിക്കണം. ആ ഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള അറിവുകൾ നമ്മൾ കരസ്ഥമാക്കണം. ആ വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം. അതായിരുന്നു മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വഴി എന്ന് പറയുന്നത്. ഇപ്പൊ ഔലിയാക്കളുടെ സ്വഭാവം പഠിപ്പിച്ചെടുത്ത് രണ്ട് കാര്യം പറയുന്നുണ്ട്. വിദ്യാർത്ഥികളോട് ഞാൻ പറയാം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന ആയത്തിൽ അവിടെ ഖൗഫും ഹുസ്നും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖൗഫ് എന്താണ്, ഹുസ്ന് എന്താണെന്ന് നമ്മൾ പഠിക്കണം. ലാ ഖൗഫുൻ അലൈഹിം, അല്ലാഹുവിലേക്ക് അടുത്ത ആളുകൾ, അല്ലാഹുവിനെ പ്രാപിച്ചിട്ടുള്ള ആളുകൾ, അല്ലാഹുവിന്റെ സ്നേഹം കരഗതമാക്കിയിട്ടുള്ള ആളുകൾ, അല്ലാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കിയിട്ടുള്ള ആളുകൾ, അല്ലാഹുവിലേക്ക് അടുത്ത മനുഷ്യരുണ്ടല്ലോ, അവരുടെ ഒന്നാമത്തെ സ്വഭാവം എന്താണെന്നറിയോ? ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല. ഭയമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ ഭയമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹുവിനെ പേടിയില്ലാന്നാ? അവർക്ക് അള്ളാഹുവിനെ പേടിയായിരുന്നു, അവർക്ക് ഖബറിനെ പേടിയായിരുന്നു, അവർക്ക് മഹ്ശറയെ പേടിയായിരുന്നു, സിറാത്തിനെ പേടിയായിരുന്നു. അതുകൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നത്? അവർക്ക് അതൊക്കെ പേടിയായിരുന്നു മുഅ്മിനേ. പിന്നെ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയെടുത്ത് അവരുടെ ഗുണം പറഞ്ഞത് ലഹാ ഖൗഫുൻ അലൈഹിം, അല്ലാഹുവേ അടുത്ത മനുഷ്യന്മാരുണ്ടല്ലോ അവർക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ വിദ്യാർത്ഥികളെ, നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ചില്ലറ സംഗതിയല്ല. അല്ലാഹുവിലേക്ക് അടുത്ത മനുഷ്യർ, അല്ലാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കിയവർ, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ, അവർക്കുള്ള ഗുണം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല. എന്താണ് ഈ ഭയമില്ല എന്ന് പറഞ്ഞാൽ? എന്തിനെയാണ് അവർക്ക് പേടിയില്ലാത്തത്? അവർക്ക് എന്തിനെയാണ് പേടിയില്ലാത്തത്? പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൗതികമായ വിഷയങ്ങളിൽ നാളെ എന്ത് സംഭവിക്കും എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ നാളെ ഇവിടെ എന്തെങ്കിലും എനിക്ക് പ്രതികൂലമായി വരുമോ എന്ന വിഷയത്തിൽ,
ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് എന്റെ ഭാവി എന്തായിരിക്കും, എന്റെ നാളെ എന്തായിരിക്കും, എന്റെ സമ്പാദ്യം എന്തായി തീരും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ അവസ്ഥ എന്താ, ഞാൻ ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്റെ മക്കളുടെ അവസ്ഥ എന്താ, ഞാൻ ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്റെ സമ്പത്തിന്റെ അവസ്ഥ എന്താ, ഞാൻ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ അവസ്ഥ എന്താ, ഞാൻ ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്താകുമെന്നുള്ള ചിന്ത അവർക്കില്ല. അല്ലെങ്കിൽ നാളെ എന്റെ റിസ്കിന്റെ അവസ്ഥ എന്താ, നാളെ ഞാനൊരു പട്ടിണിക്കാരനായി മാറുമോ, ഇതൊന്നും അവരുടെ ചിന്തയിലുള്ള പ്രിയപ്പെട്ടവരെ. അതാണ് ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ നാളെയുടെ റിസ്കിന്റെ വിഷയത്തിൽ അവർക്ക് ഭയമില്ല, നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന വിഷയത്തിലും അവർക്ക് ഭയമില്ല, നാളെ എന്തെങ്കിലും നഷ്ടം എനിക്ക് സംഭവിക്കുമോ എന്നതിലും ഭയമില്ല. എന്തുകൊണ്ട്? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. റബീഉൽ ആഖിർ മാസമാണല്ലോ മുഅ്മിനേ, റാത്തീബുകൾ ചെല്ലുന്നവരല്ലേ നമ്മൾ. മഹാന്മാരായ മശായിഖുമാരെ ഓർക്കുന്ന മാസമാണല്ലോ. എന്തുകൊണ്ട് ഔലിയാക്കൾക്ക്, അല്ലാഹുവിലേക്ക് അടുത്ത മനുഷ്യർക്ക്, അല്ലാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കിയവർക്ക് അവരുടെ ഭൗതികമായ ജീവിതത്തിൽ നാളെ എന്താകുമെന്നുള്ള ഭയപ്പാട് അവർക്ക് ഇല്ലാതെയായത്? നമുക്ക് അങ്ങനല്ലല്ലോ. നമ്മളവസ്ഥ എന്താ? ഇപ്പൊ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ എന്നെ ഇപ്പൊ ചിന്തിക്കുകയാണ്, എന്താ പറയാ, ഞാനിപ്പോ ഇത് പഠിച്ചിട്ടേ, ഞാനിപ്പോ ഒരു മൂല്യരൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ എന്തായി തീരും, ഇതിൽ കിട്ടുന്ന ചെറിയ ശമ്പളത്തിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും, മറ്റുള്ളവരെ പോലെ അടിച്ചു പൊളിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയോ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ പഠിച്ച് ഒരു പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം എനിക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഒരുപാട് ആയിരക്കണക്കിന് എഞ്ചിനീയേഴ്സും ഡോക്ടർമാരും ഭൗതിക തലത്തിൽ വലിയ കഴിവുള്ള ആളുകളൊക്കെ വരുമ്പോ ഞാനൊരു തലപ്പാവും ധരിച്ച് ഒരു വെള്ളവസ്ത്രം ഇട്ട് നടന്നാൽ എന്റെ ഭാവി എന്തായിത്തീരുമെന്ന് ആശങ്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ധാരാളം വിദ്യാർത്ഥികളിൽ അത്തരം ചിന്താഗതികൾ വരുന്ന ഒരു സന്ദർഭം. അതിന്റെ പേരിൽ ദർസുകൾ ഒഴിവായി പോകുന്ന എത്രയോ വിദ്യാർത്ഥികൾ, അതിന്റെ പേരിൽ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവായി പോകുന്ന വിദ്യാർത്ഥികൾ. സത്യത്തിൽ അത് ഈമാനിന്റെ ബലഹീനതയാണ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ബലഹീനതയാണ്. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ആറാമത്തെ കാര്യമാണല്ലോ മുഅ്മിനീങ്ങളെ അൽ ഈമാൻ ബിൽ ഖദർ ഖൈരിഹി വശരിഹി മിനല്ലാഹ്. ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് ഖൈറാവട്ടെ ഏത് ശർറാവട്ടെ അത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് അചഞ്ചലമായി വിശ്വസിക്കുമ്പോഴല്ലേ നമ്മൾ മുഅ്മിനായി തീരുന്നത്. അപ്പോൾ നാളെ എന്റെ ജീവിതം എന്താകുമെന്ന് ആരും ഭയപ്പെടേണ്ടതില്ല. ഞാൻ എന്താകണം, ഞാൻ എത്ര ജീവിച്ചിരിക്കണം, ഏത് രീതിയിലാണ് എന്റെ ജീവിതത്തിന്റെ പ്രയാണം, എന്റെ അന്ത്യം എവിടെ വെച്ചായിരിക്കും, എങ്ങനെയാണ് ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്, ഇതെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെട്ട ഒന്നാണ്. അപ്പൊ അതിൽ പേടിച്ചിട്ടോ അതിൽ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിൽ ആശങ്കപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. ഒരാൾ ചിന്തിക്കുകയാണ്, ഞാനിപ്പോ ഒരു കച്ചവടം തുടങ്ങി നോക്കാം, ആ കച്ചവടം തുടങ്ങിയ മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും ടെൻഷനാണ്. ഒരല്പം ലാഭം കുറയുമ്പോ ടെൻഷൻ തുടങ്ങും. എവിടെയെങ്കിലും ഷെയർ മാർക്കറ്റിൽ ഒരു അല്പം ഇടിവ് വന്നാൽ ഇവനിക്ക് ഇവിടെ ടെൻഷനാ. ആ ഇൻവെസ്റ്റ് ചെയ്ത തുക എടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നാണ് ഇവന്റെ ചിന്ത വരിക. അതല്ലെങ്കിൽ ആ പീഡിയയുടെ മുമ്പിൽ വേറൊരുത്തം പീഡിയ വെച്ചു നോക്കാം, അല്ലെങ്കിൽ ഇവന്റെ മീൻ സ്റ്റാളിന്റെ മുന്നിൽ വേറൊരുത്തം സ്റ്റാൾ തുടങ്ങിയെന്ന് വെക്കാം, അല്ലെങ്കിൽ ഇവന്റെ ബേക്കറിയുടെ തൊട്ടടുത്ത് മറ്റൊരാൾ ബേക്കറി തുറന്നു എന്ന് വെക്കാം. അപ്പൊ ഇയാൾക്ക് ടെൻഷൻ അടിക്കുകയാണ്. എന്താ ടെൻഷൻ അറിയോ? എന്റെ കച്ചവടം എന്തായി മാറുന്ന ചിന്തിക്കാം, എന്റെ കടം ഞാൻ എങ്ങനെ വീട്ടും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എങ്ങനെ തിരിച്ചെടുക്കും. ഇത്തരം ചിന്താഗതികൾ ഹൃദയത്തിലേക്ക് കയറി വരുന്നത് അത് ഈമാനിന്റെ സ്വഭാവമല്ല. വിദ്യാർത്ഥികൾ, അല്ലാഹുവിന്റെ ദീനീ വിജ്ഞാനത്തിന്റെ വഴിയിൽ വന്ന ആളുകൾ അവരുടെ ഭാവി
നാളെയുടെ ജീവിതം അതിനു വേണ്ട അറിവുകൾ കരസ്ഥമാക്കാൻ നോക്കുക. അല്ലാതെ ഞാൻ ഈ വഴിക്ക് പോയാൽ എന്താവും, ഞാൻ ആ വഴിക്ക് പോയാൽ എന്താവും, ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ നമുക്ക് വേണം. പക്ഷെ അതിന്റെ പേരിൽ ടെൻഷൻ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ലാ ഖൗഫുൻ അലൈഹിം. അല്ലാഹുവിനെ ഇഷ്ടം വെച്ച ആളുകൾക്ക് ഭൗതികമായ കാര്യത്തിന്റെ പേരിൽ, അതിന്റെ നഷ്ടത്തിന്റെ പേരിൽ, അതിന്റെ ലാഭത്തിന്റെ പേരിൽ അവർക്കൊരു പ്രത്യേകമായ ഭയമില്ല. മഹാനായ ഗൗസുൽ അഅ്സം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ മാസമാണല്ലോ മുഅ്മിനീങ്ങളെ. മഹാനായ ഗൗസുൽ അഅ്സം തങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ അല്ലാഹുവിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ഒരുപാട് ശിഷ്യഗണങ്ങൾ മഹാനവരുടെ ചുറ്റുഭാഗത്തുണ്ട്. 400ഓളം എഴുത്തുകാർ മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ചുറ്റിൽ 400ഓളം എഴുത്തുകാർ ഉണ്ടായിരുന്നു. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ദീനി ഇൽമുകളെ എഴുതിയെടുക്കാൻ വേണ്ടി 400ഓളം എഴുത്തുകാർ മഹാനായ ഗൗസുൽ അഅ്സം തങ്ങളുടെ അടുക്കൽ എപ്പോഴും ഉണ്ടാകും. മഹാനവരുടെ നാവിൽ നിന്ന് വരുന്ന വിജ്ഞാനം, ഇൽമ്, അല്ലാഹുവിനെ പറ്റിയുള്ള അറിവ്, അത് എഴുതിയെടുക്കാൻ മാത്രം 400ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും വലിയ ഇൽമിന്റെ ബഹ്റായിരുന്നു മഹാനവറുകൾ. എന്നാൽ ഏറ്റവും നല്ല ബിസിനസ്സുകാരനുമായിരുന്നു ശൈഖ് ജീലാനി തങ്ങൾ. 2 വലിയ ചരക്ക് കപ്പലുകൾ മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല വായിലായിരുന്നു. നേരത്തെ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരു കുട്ടി വായൽ വരണ ഞാൻ കണ്ടു. 40 വഅ്ള് പറഞ്ഞോവർ, നന്നായി 90 കാലം ജീവിച്ചോവർ. 40 കൊല്ലം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വഅ്ള് പറഞ്ഞു. മഹാനായ തങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് ഇൽമ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു വേദി പള്ളിയിൽ. എല്ലാ ശിഷ്യന്മാരും മഹാനവറുകളുടെ ഗൗരവമേറിയ മുഖത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. തന്റെ ഉസ്താദിന്റെ മുഖത്തിലേക്ക് നോക്കി ഉസ്താദിന്റെ മുഖത്തിൽ നിന്ന് വരുന്ന ഈമാനിന്റെ പ്രകാശത്തെ ശിഷ്യന്മാരായ മുരീദുമാരായ ആളുകൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമയം അങ്ങകലെ ദൂരത്തിൽ നിന്ന് ഒരാൾ ഓടി വന്ന് അയാൾ സദസ്സിൽ കയറിയിട്ട് മഹാനായ ഗൗസുൽ അഅ്സം തങ്ങളോട് പറഞ്ഞു, ശൈഖ് ജീലാനി തങ്ങളെ, നിങ്ങളുടെ ചരക്ക് കപ്പലിൽ നിന്ന് ഒരു കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ ചരക്ക് കപ്പലിൽ നിന്ന് ഒരു കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതിലുള്ളതായ എല്ലാ വസ്തുക്കളും വെള്ളത്തിലായി പോയി. ഇതൊരു ഭയങ്കരമാക്കപ്പെട്ട് ഞെട്ടിക്കുന്ന വിഷയല്ലേ? ജീവിതത്തിൽ ചെറിയ നഷ്ടങ്ങൾ വരുമ്പോ, ചെറിയ പ്രയാസങ്ങൾ വരുമ്പോ, ചെറിയ ദുഃഖങ്ങൾ വരുമ്പോ നമ്മൾ തളർന്നു പോകാറുണ്ടല്ലോ മുഅ്മിനേ. അല്ലാഹ് എന്ന് പറയുന്ന ഒരു ചിന്ത കൽബിലേക്ക് അങ്ങട്ട് കയറിയാൽ, അല്ലാഹുവിന്റെ ബോധം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹുവാണ് എന്റെ നാദിർ, അല്ലാഹുവാണ് എന്നെ വീക്ഷിക്കുന്നവൻ, അല്ലാഹുവാണ് എന്നെ പരിപാലിക്കുന്നവൻ, അല്ലാഹുവാണ് എന്നെ വളർത്തുന്നവൻ, അല്ലാഹുവാണ് എനിക്ക് സർവ്വതും ചെയ്തു തരുന്നവൻ, അല്ലാഹുവാണ് എനിക്ക് സർവ്വ സൗകര്യങ്ങൾ ചെയ്തു തരുന്നവൻ, എന്റെ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു എന്റെ നാദിറാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു എന്റെ കൂടെയാണ് എന്ന് പറയുന്ന അചഞ്ചലമായ ഒരു വിശ്വാസം ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറിയാൽ, ശൈഖ് ജീലാനി തങ്ങൾക്ക് അതാ ഉണ്ടായത്. ശൈഖ് ജീലാനി തങ്ങളോട് ഒരു മനുഷ്യൻ കയറി വന്നിട്ട്, നിങ്ങളുടെ ചരക്ക് കപ്പൽ മുങ്ങിപ്പോയി, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്, ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിന്റെ നഷ്ടമാണ്. ശൈഖ് ജീലാനി തങ്ങൾ ഈ വാർത്ത കേൾക്കലോടുകൂടി മഹാനവറുകൾ ഒരു നിമിഷം അങ്ങനെ മൗനനായിരുന്നു. പഠിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത്രയും വലിയ നഷ്ടത്തിന്റെ ഒരു വാർത്ത
ജീവിതത്തിൽ താൻ ഉണ്ടാക്കിയ വലിയ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ചരക്ക് കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന വാർത്ത ഒരു മനുഷ്യൻ സദസ്സിലേക്ക് കയറി വന്നുകൊണ്ട് മഹാനവറുകളുടെ മുന്നിൽ അങ്ങ് പറഞ്ഞപ്പോ ഒരല്പനേരം മൗനനായിരുന്നതിന് ശേഷം തന്റെ മുഖം ആകാശത്തിലേക്ക് ഉയർത്തി മഹാനവറുകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ചിന്തിക്ക മൂമിനെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവരണം. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം, അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ദീനീ വിജ്ഞാനം കരഗതമാക്കുന്നതിലൂടെ വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ. ഇൽമു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹഖായ പ്രകാശമാണ്. ആ പ്രകാശം ഹൃദയത്തിലേക്ക് കയറുന്നതോടുകൂടി അല്ലാഹ് എന്ന ഒരു ബോധവും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടതുണ്ട്. ശൈഖ് ജീലാനി തങ്ങൾ മുഖമൊന്ന് ആകാശത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം അൽഹംദുലില്ലാഹ്. ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു, എന്തൊരത്ഭുതമാണിത്. തന്റെ ജീവിതത്തിന്റെ ഉപജീവന മാർഗമായിട്ടുള്ള വലിയ ഒരു ചരക്ക് കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി നഷ്ടം സംഭവിച്ചു എന്നറിഞ്ഞിട്ടും വേവലാതിപ്പെടാതെ, ആശങ്കപ്പെടാതെ, പ്രയാസപ്പെടാതെ, ടെൻഷൻ അടിക്കാതെ ഒറ്റയടിക്ക് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയണമെങ്കിൽ എന്തൊരത്ഭുതം. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് ഇൽമ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഇൽമ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത്. ഇൽമ കൊണ്ട് ജോലിയാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അല്ലാഹുവിന് വഴിപ്പെടുന്ന ഒരു അമലാണത്. ഏത് നിസ്കാരത്തെക്കാളും ഏത് ഇബാദത്തിനേക്കാളും അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് ഇൽമ കൊണ്ട് ജോലിയാവലാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു തന്നുകൊണ്ടിരിക്കുന്ന ഈ നേരത്തെ, അല്ലാഹുവിന്റെ ചിന്തയിൽ കഴിയുന്ന ഈ സമയത്ത് ഭൗതികമായ ഒരു നഷ്ടം എനിക്ക് സംഭവിച്ചു എന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞപ്പോ എന്റെ ഹൃദയം അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് കുലുങ്ങാതെ ആ ഒരേ വികാരത്തിൽ നിർത്താനാണ് ഞാൻ ശ്രമിച്ചത്. എന്റെ കപ്പൽ വീണ് നഷ്ടപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോഴും എനിക്കൊരു വേവലാതിയും വന്നില്ല. അല്ലാഹു മഈ. എന്ത് നഷ്ടം വന്നാലും, എന്ത് തന്നെ ഭൂമിയിൽ സംഭവിച്ചാലും അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയാണ്, റബ്ബ് എന്റെ കൂടെയുണ്ട്. ഈ ചിന്ത ഒരു സെക്കൻഡിലേക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് പോയോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഇല്ല, ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചിട്ടും എന്റെ ഹൃദയത്തിൽ ഒരു ടെൻഷനേ വന്നതില്ല, ഒരു പ്രശ്നം വന്നില്ല. പടച്ചോന്റെ ഖലാവിനെ കുറ്റം പറഞ്ഞില്ല. ചെറിയ ഒരു രോഗം വരുമ്പോഴേക്ക്, ചെറിയ ഒരു പ്രയാസം വരുമ്പോഴേക്ക്, ചെറിയ ഒരു പരീക്ഷണം വരുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഖലാഇന്റെ മേലിൽ സംശയിക്കുന്നവരുണ്ട്. ചെറിയ ഒരു പരീക്ഷണം വരുമ്പോഴേക്ക് അല്ലാഹു എന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പരിഭവം പറയുന്നവരുണ്ട്. അതേ സമയത്ത് ശൈഖ് ജീലാനി തങ്ങൾ പറയാണ്, എനിക്കുണ്ടായ നഷ്ടം എന്റെ റബ്ബിന്റെ ചിന്തയെ തൊട്ട് എന്റെ ഖൽബിനെ തിരിച്ചുപോയോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇല്ല, ആ സമയത്ത് സന്തോഷം കൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് എന്ന് മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അല്ലാഹു ഹൃദയത്തിലായിരുന്നു. അതാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്. മൂസാ നബിയെ അലൈഹി സ്വലാത്തു വസ്സലാം, എനിക്ക് ദുനിയാവിൽ ഒരു നല്ല വീട് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാ.
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ നിനക്ക് എന്തിനാണ് ദുനിയാവിൽ ഒരു വീട്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കുന്ന പ്രവാചകരായിരുന്നുവല്ലോ. തൂരി സീനാ പർവ്വതത്തിൽ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിച്ച ആളല്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിനോട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂരി സീനാ പർവ്വതത്തിൽ ചെന്നുകൊണ്ട് റബ്ബിനോട് നേരിട്ട് സംസാരിച്ച ആളാണല്ലോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പലവട്ടം പല സന്ദർഭങ്ങളിൽ അല്ലാഹുവുമായിട്ട് ഇത്തരം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരവസരത്തിൽ അല്ലാഹു പറഞ്ഞു, മൂസാ നബിയേ, ദുനിയാവിൽ നിങ്ങൾ എനിക്കൊരു നല്ല ഭവനം ഉണ്ടാക്കി തരണം. കേട്ടോളി, എനിക്കൊരു നല്ല വീടുണ്ടാക്കി തരണം. മൂസാ നബി ചോദിച്ചു, എന്തിനാ പടച്ചോനെ നിനക്ക് വീട്? വഅന്ത അർഹമുർ റാഹിമീൻ. പടച്ചവനെ നീ അർഹമുർ റാഹിമീനാണല്ലോ. പടച്ചവനെ നീ റബ്ബുൽ ആലമീനായ അല്ലാഹു ആണല്ലോ. നീ സമദാണല്ലോ പടച്ചവനെ. ഒരാളെയും ആശ്രയിക്കാത്തവനാണല്ലോ നീ. നിനക്കെന്തിനാണ് റബ്ബേ ദുനിയാവിൽ ഒരു വീട് എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞത്, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. മുഅ്മിനിന്റെ ഹൃദയമാണ് എന്റെ സിംഹാസനം. മുഅ്മിനിന്റെ ഹൃദയമാണ് എന്റെ സിംഹാസനം. ഒരു ശരിയായ മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഞാൻ ഇരിക്കും. ശരിക്കും ചിന്തിക്ക, ശരിയായ ഈമാനുള്ള ഒരാളുടെ ഹൃദയത്തിലാണ് ഞാൻ പോയിരിക്കുക. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ, മദീനത്തെ പള്ളിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച ഓരോ ആളുകളും മദീനത്തെ പള്ളിയിലേക്ക് ഓടി 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 സമയമാകുമ്പോൾ വരികയാണ്. അപ്പോഴാണ് മഹാനവറുകൾ മിമ്പറിൽ കയറി ഖുത്ബ ഓതുന്നത്. ഒരാൾ ഇങ്ങനെ കടന്നു വന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണോ? വഫീ ഐനൈഹി അസറുസ്സിനാ. വ്യഭിചാരത്തിന്റെ അടയാളം കണ്ണിലുണ്ട് ആ കേറി വന്നവന്റെ. ഇപ്പൊ കയറി വന്ന ഒരുത്തണ്ടല്ലോ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇപ്പൊ ഒരാൾ കയറി വന്നില്ലേ, അയാളുടെ കണ്ണിൽ സിനയുടെ അടയാളമുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഈ വന്ന് കയറിയ ആള് ഞെട്ടിപ്പോയി. ഉടനെ അയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അവഹിയും ബഅദ റസൂലില്ലാഹ്. കാരണം ഇയാള് പള്ളിയിലേക്ക് സമയായി ഖുതുബന്റെ നേരായി എന്ന് പറഞ്ഞിട്ട് പരേന്ന് ഇങ്ങനെ ഓടി വരികയാണ് കുളിച്ച്. ഒരു കൃഷി ചെയ്യുന്ന ഒരാള്, കർഷകനായ ഒരാള്, ഈത്തപ്പഴ തോട്ടത്തില് അയാൾ മണ്ണ് കളച്ച് വെള്ളം പോവാനുള്ള ചാലുകൾ ഉണ്ടാക്കി ഈത്തപ്പഴ തോട്ടത്തിൽ കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഓടി കെതച്ച് വരികയാണ് പള്ളിയിലേക്ക്. ആ പള്ളിയിലേക്ക് വരുന്ന സമയത്താണ് ഒരു പെണ്ണ് അതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മദീനയിലെ ശക്തമായ കാറ്റുകൊണ്ട് ആ പെണ്ണിന്റെ താഴെ കാൽഭാഗത്തുള്ള പാവാട ഒന്ന് അല്പം പൊങ്ങിപ്പോയി. ഈ മനുഷ്യൻ അറിയാതെ ആ കാൽപാദത്തിലേക്കൊന്ന് നോക്കിയതാ. നോക്കി അയാൾ നേരെ വന്ന് പള്ളിയിലിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കണ്ണിൽ സിനയുടെ അടയാളമുണ്ട്. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് അവഹിയും ബഅദ റസൂലില്ലാഹ്. എന്തൊരത്ഭുതമാണ് റബ്ബേ ഇത്. അള്ളാന്റെ റസൂൽ ഇവിടെ മറപ്പെട്ട് കിടക്കുമ്പോ, റൗള ശരീഫിൽ പുണ്യ നബി കിടക്കുമ്പോ, ആ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഒരു മിമ്പറിൽ കയറി ഒരു മനുഷ്യൻ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മിനിറ്റുകൾ മുമ്പ് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സത്യത്തെ ഇങ്ങനെ പറയണമെങ്കിൽ ഈ മനുഷ്യന് വഹിയുണ്ടോ? അപ്പോഴാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, വഹി കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്,
വഹി കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലാഹുവിലേക്ക് അടുത്ത ആളുകൾ, അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കിയ ആളുകൾ, അല്ലാഹ് എന്ന് പറയുന്ന പ്രകാശത്തെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തിട്ടുള്ള ആളുകൾ, അവരുടെ കണ്ണിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കാനുള്ള ഒരു കഴിവ് നൽകും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും ഞാൻ പറയാം, മഹാനായ ഗൗസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ ഭൗതികമായ ഒരു നഷ്ടം, ആ നഷ്ടത്തിന്റെ സന്ദർഭത്തിൽ പോലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കാനുള്ള ആ മനസ്സ് എവിടെന്ന് വന്നു എന്ന് ചോദിച്ചാൽ അല്ലാഹു മഈ, അല്ലാഹു കൂടെയുണ്ടായി എന്നുള്ളതാണ്. അല്ലാഹു കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. എന്റെ പ്രവർത്തനത്തിൽ, എന്റെ സംസാരത്തിൽ, എന്റെ ഇടപെടലുകളിൽ, ഞാനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ അല്ലാഹുവിന് വെറുപ്പുള്ള ഒന്നും വരാത്ത രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹുവിന് വെറുപ്പുള്ള, അല്ലാഹു എന്നെ തൊട്ട് അകലാൻ കാരണമാകുന്ന, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം എന്നെ തൊട്ട് മുറിഞ്ഞു പോകുന്ന ഒരു പ്രവർത്തനവും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങളായ പ്രിയപ്പെട്ടവരോട് ഞാനത് ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളായ പൊന്നു വിദ്യാർത്ഥികളോട് ഞാൻ പറയാണ്, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ പടച്ച റബ്ബിന്റെ വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ, അല്ലാഹുവിന്റെ ഹഖായ ഒരു നൂറിനെ, ഇൽമെന്ന് പറയുന്ന ഒരു പ്രകാശത്തെ കരഗതമാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ മഹാന്മാരായ ഗുരുനാഥന്മാരോട് അദബിലൂടെ വർത്തിക്കണം. മഹാന്മാരായ മുസന്നിഫുമാരോട് ബഹുമാനമുണ്ടാവണം. അവരെഴുതിയ ഗ്രന്ഥങ്ങളോട് ബഹുമാനമുണ്ടാവണം. നമ്മുടെ മതസ്ഥാപനങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ടാവണം. നമ്മുടെ ഗുരുനാഥന്മാരുടെ നാവിൽ നിന്ന് വരുന്ന വിശാലമായ വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ കയറണമെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാരോടുള്ള ആദരവ്, അവരോടുള്ള ബഹുമാനം, കിതാബുകളോടുള്ള ബഹുമാനം, സമയത്തിന്റെ മഹത്വം, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിയുന്നത്ര ധാരാളം ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുന്നതോടൊപ്പം മഹാന്മാരായ നമ്മുടെ ഉസ്താദ് വരുന്ന, അവരുടെ നാവിൽ നിന്ന് വരുന്ന ഇലാഹിയായ ബോധനങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ വാക്കിനെയാണ് ഞാൻ വിശദീകരിച്ചത്. മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ലാ ഖൗഫുൻ. ഖൗഫ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചത്. നാളെ എന്ത് സംഭവിക്കും എന്ന വിഷയത്തിൽ ഒരു പേടി ആർക്കും വേണ്ട. ഞാനൊരു മൂല്യരായത് കൊണ്ട് എനിക്ക് നഷ്ടം വരുമെന്നുള്ള ഭയം വേണ്ട. പടച്ചോനെ, ഭൗതികമായ ലോകത്തിന്റെ ടെക്നോളജികൾ വർദ്ധിച്ചു കൊണ്ടുവരുന്ന ഈ കാലത്ത്, ഭൗതികമായ ചെലവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ചെറിയ പൈസ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് ഒരു മതപ്രബോധകനായി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. അത് ഈമാനിൽ നിന്നുള്ള ചിന്തയല്ല, അത് ഇലാഹിയായ ഒരു ചിന്തയല്ല, അത് ശൈത്വാനിയത്തായ ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെയുടെ നമ്മുടെ ജീവിതം ഭാസുരമാകും. നാളെയുടെ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാകും. നാളെയുടെ നമ്മുടെ ജീവിതം ഏറ്റവും ശുഭകരമാകും, ഏറ്റവും അന്തസ്സും ഏറ്റവും അഭിമാനകരമാകും. അതിന് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അദബാണ്, മറ്റൊന്ന് ഇൽമാണ്. ഇത് രണ്ടും നമ്മിലുണ്ടായാൽ, അദബും ഇൽമും, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ നാളെയുടെ നിങ്ങളുടെ ജീവിതം മറ്റാരേക്കാളും ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും സന്തോഷം നിറഞ്ഞ, ഏറ്റവും മനോഹരമായ ഒരു ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തരും. എന്തുകൊണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ നൂറുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഹഖായ പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചു പോകുന്ന കാലത്തോളം അല്ലാഹു മഈ, അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി,
അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. പടച്ചോൻ കൂടെ ഉണ്ടാവും. അതിനെന്ത് വേണം? പഠിക്കുന്ന സമയത്ത് അദബ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. ഹുക്കുമുകളെക്കാളും നിങ്ങൾ മാനിക്കേണ്ടത് അദബിനെയാണ്. നിങ്ങളുടെ വേഷവിധാനം ഏറ്റവും മനോഹരമായ വേഷവിധാനമാവണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. യമനിൽ നിന്ന് പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ട കറുത്ത വസ്ത്രം മഹാനായ മുസ്തഫായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയയായി നൽകിയിട്ടുണ്ട്. ഇത്രയെല്ലാം ലഭിക്കപ്പെട്ടിട്ട് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ധരിക്കുന്ന വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ വസ്ത്രം അത് വെള്ള വസ്ത്രമാകുന്നു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായത്, ഏറ്റവും അഫ്ളലായത്, അല്ലാഹുവിന് ഇഷ്ടമുള്ള വസ്ത്രം എന്ന് പറയുന്നത് വെള്ള വസ്ത്രമാകുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വസ്ത്രം ധരിക്കുന്നതിൽ, ഈ തലപ്പാവ് ധരിക്കുന്നതിൽ, ഈ തൊപ്പി മുക്കുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളണം. ഇത് അഭിമാനത്തിന്റെ അടയാളമാണ് മുത്തഅല്ലിമീങ്ങളെ. ഇതിനോളം അഭിമാനമുള്ള മറ്റൊന്നില്ല. ഈ വേഷവിധാനത്തിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ഈ തലപ്പാവുധാരിയാവാൻ കഴിയുക എന്ന് പറയുന്നത്, ഈ ശുഭ്രവെള്ള വസ്ത്രത്തിന്റെ ഉടമകളാവുക എന്ന് പറയുന്നത്, അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാനമാണ്. അതിനോളം വല്ല അഭിമാനം മറ്റൊന്നുണ്ട്. ഇത് ഈ ഒരു മഹത്തായ അനുഗ്രഹത്തെ കരഗതമാക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് നിങ്ങൾ. ഇത് നമുക്കൊരു മോശമായി തോന്നിക്കൂടാ. ഇത് എന്റെ പ്രസ്റ്റേജിന് കൊള്ളൂലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. ഏത് സമയത്തും നാട്ടിൽ പോയാലും വീട്ടിലായാലും സ്ഥാപനത്തിലായാലും യാത്രയിലായാലും എന്റെ ഷിആർ, അതാണ് എന്റെ ഐഡന്റിറ്റി. ഞാൻ ധരിച്ച വസ്ത്രം, എന്റെ തലപ്പാവ്, എന്റെ തലയിലുള്ള തൊപ്പി, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ മുഖമക്കന, ഇതാണ് എന്റെ ഐഡന്റിറ്റി. ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളമാണ്. വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രമാണിത്. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കൾ അവരൊക്കെ ധരിച്ച വേഷവിധാനമാണ്. ഇതാണ് ഖൈർ, ഇതിലാണ് ഖൈറുള്ളത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഉസ്താദ് ഒരൊറ്റ മണിക്കൂർ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാന്മാരായ അല്ലാഹുവിന്റെ അടുത്ത ആളുകളെ പരിചയപ്പെടുത്തി എടുത്തു പറഞ്ഞു, الذين على إن أولياء الله لا خوف عليهم. അത് ഞാൻ വിശദീകരിച്ചു. ഖൗഫ് ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ എന്താകുമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു പേടിയില്ല. നാളെ എന്റെ റിസ്ക് എന്തായി തീരുമെന്നതിൽ ടെൻഷൻ ഇല്ല. ഞാൻ മരിച്ചുപോയാൽ എന്റെ മക്കൾ ആര് നോക്കും എന്നതിൽ അവർക്ക് ചിന്തയില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യ വിധവയായി പോയാൽ എന്തവിടെ സംഭവിക്കുക അതിലും ചിന്തയില്ല. പിന്നെ അവർക്ക് ചിന്തയും പേടിയും ഉണ്ടായിരുന്നത് പരലോകമായിരുന്നു. പ്രിയപ്പെട്ട ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളോട് ഞാൻ പറയാം, നിങ്ങൾ അല്ലാഹുവിനെ പ്രണയിക്കുന്നവരാവണം. നിങ്ങളെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള ഇഷ്ടം വരണം. കേവലം 17 18 പ്രായം മാത്രം വയസ്സ് പ്രായമുള്ള മഹദിയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം മുസ്തഫായ നബി തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. പതുക്കെ വന്ന് വാതിൽ മുട്ടുന്നു ആയിഷ ബീവിയുടെ റളിയല്ലാഹു അൻഹാ. മുസ്തഫായ നബി തങ്ങൾ ഇരുട്ടുള്ള ആ മുറിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോ വളരെ പ്രായം കുറഞ്ഞ 16 17 വയസ്സിന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണ്
ഇരുട്ടുള്ള ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് തേങ്ങി 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 കരയുന്നത് കണ്ടു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു വന്നുകൊണ്ട് ആശ്വസിപ്പിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, ആരുമില്ലാത്ത നേരത്ത് ഇരുട്ടുള്ള മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിന്റെ കാരണോ എന്താണ്? ആയിഷ, കരയുന്നതിന്റെ കാരണം എന്താണ്? നിനക്ക് സംഭവിച്ചു പോയിട്ടുള്ളത് പറയൂ ആയിഷ. ബീവി ആയിഷ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കേവലം 15ഓ 16ഓ 17ഓ വയസ്സിന്റെ ആ ഒരു പ്രായത്തിന്റെ ഇടയിലാണ് ഈ സംഭവം. ആയിഷ ബീവി പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കഷ്ടപ്പാടിനെ ഓർത്തിട്ടുള്ള കരച്ചിലല്ല, പട്ടിണിയെ ഓർത്തുകൊണ്ടുള്ള കരച്ചിലല്ല, ഒറ്റപ്പെടലിന്റെ കരച്ചിലല്ല നബിയേ. ഈ ഇരുട്ടുള്ള മുറിയിൽ ഞാൻ കരഞ്ഞതിന്റെ കാരണം യാ റസൂലല്ലാഹ്, ഇതേപോലെ ഇരുട്ടുള്ള ഒരു ഖബറിന്റെ അടുക്കല്, ഖബറിന്റെ അകത്തളത്തിലേക്ക് ആയിഷയുടെ ശരീരത്തെ കൊണ്ടുപോയി വെച്ചാൽ ഈ ശരീരത്തിനുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളെ ഓർത്തുകൊണ്ടാണ് നബിയെ. ആരാ പറയുന്നത്? മുസ്തഫായ നബിയുടെ പ്രിയപ്പെട്ട പത്നി. കേവലം 15ഓ 16ഓ 17ഓ വയസ്സിന്റെ ഘട്ടം. അവിടെയാണ് ഇരുട്ടുള്ള ഒരു മുറിയിൽ അല്ലാഹുവിന്റെ ഖബറിനെ ഓർത്തുകൊണ്ട് കരഞ്ഞത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, വർത്തമാന കാലഘട്ടത്തിൽ വഴി തെറ്റാൻ ഏറെ സാധ്യതയുള്ള ധാരാളം ടെക്നോളജികൾ, ധാരാളം കണ്ടുപിടുത്തങ്ങൾ, ധാരാളം ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസങ്ങളൊക്കെ മികച്ചു നിന്ന ഒരു കാലത്ത് ഞാൻ പറയുന്നു, തിന്മയുടെ വഴി അരുതേ, തെറ്റിന്റെ വഴിയിലേക്ക് പോകരുത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഈ സ്ഥാപനത്തിന്റെ അഭിമാന മക്കളായി മാറണം. മഹാനായ ഖാസിം ഉസ്താദ് എന്ന് പറയുന്ന ഒരു മാൻ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നം കണ്ടു. ആ ഉസ്താദിന്റെ അരുമ ശിഷ്യനാണ് ഇന്ന് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തായലങ്ങാടിയിൽ ഉസ്താദ് മുദരിസായ കാലത്ത്, എല്ലാ സൗകര്യമുള്ള കാലത്ത്, ഒരു മുദരിസായി ഒരു ഖതീബായി ഒരു പള്ളിയിൽ നിൽക്കുമ്പോ മാസത്തിൽ വരുന്ന കൃത്യമായ ശമ്പളം എടുത്തു വിദ്യാർത്ഥികൾക്ക് ഓതിക്കൊടുത്തുകൊണ്ട് പ്രഭാഷണ വേദികളിലൊക്കെ പോയി അങ്ങനെ മനോഹരമായി ജീവിതം കഴിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്ത് താൻ കണ്ടിട്ടുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി രാവും പകലുമില്ലാതെ ഓടി 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 കതച്ച് തന്റെ വിയർപ്പ് മുഴുവനും ഒലിപ്പിച്ച് ഈ മണ്ണിൽ ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ അന്തിയുറങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ മനുഷ്യന്റെ സ്വപ്നത്തിന് നിങ്ങൾ സാക്ഷാത്കരിക്കണം. ഇന്ന് ബംബ്രാണ് ഉസ്താദ് എന്ന് പറയുന്നത് ദക്ഷിണ കന്നഡ ജില്ലയിലെ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും മനോഹരമായ നേതൃത്വം കൊടുക്കുന്ന ഒരു മാൻ. സമസ്ത എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരത്ത് ഉസ്താദിന്റെ ഖാസിം ഉസ്താദിന്റെ ഒരു ശിഷ്യനായി, അവിടുത്തെ പിൻഗാമിയായി ഈ സ്ഥാപനത്തിന് ഏറ്റവും നല്ല നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ മഹാന്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ നാളെയുടെ വലിയ പ്രതീക്ഷകളാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ. നാളെ ഈ ഉമ്മത്തിന് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട ആളാണ് നിങ്ങൾ. അതുകൊണ്ട് ഹൃദയത്തിൽ അല്ലാഹ് ഇലാഹിയായ ബോധം നമ്മൾ ഉണ്ടാക്കണം. ഇൽമ പഠിക്കുന്നതോടൊപ്പം ജീവിതത്തിന്റെ വഴി വളരെ മനോഹരമാക്കാൻ കഴിയണം. ലാ ഖൗഫുൻ അലൈഹിം, ഭാവിയെ ഓർത്തുകൊണ്ടുള്ള തലച്ചൂട് നിങ്ങൾക്ക് വേണ്ട. മഹാന്മാരായ അല്ലാഹുവിന്റെ അടുത്ത ആളുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ സ്വഭാവം വലാഹും യഹ്സനൂൻ, അവർക്ക് ഹുസ്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹുസ്നില്ല, ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഭൂതകാലത്ത്, കഴിഞ്ഞുപോയ കാലത്ത് ഒരുപാട് മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പലതും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ ഓർത്തുകൊണ്ട് ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുന്ന സ്വഭാവം അവർക്കില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു കച്ചവടം തുടങ്ങി, ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല, അവസാനിപ്പിക്കേണ്ടി വന്നു, നഷ്ടം വന്നു. അത് ഓർത്തുകൊണ്ട് കാലാകാലം ടെൻഷൻ അടിച്ച് ജീവിക്കാൻ കഴിയോ?
ഏതെല്ലാം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരും. ജീവിതത്തിൽ പലതും സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, പലതിനെയും നേരിടേണ്ടി വരും. ആ കഴിഞ്ഞുപോയ കറുത്ത അധ്യായങ്ങളെ ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. എന്ത് തന്നെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, എന്ത് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും, ഒരു സെക്കൻഡ് പോലും എന്നിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. അല്ലാഹ്. എല്ലായിടത്തും റബ്ബുണ്ട്. സകല സമയത്തും എന്റെ കൂടെ അല്ലാഹു ഉണ്ട്. അല്ലാഹു എനിക്ക് മതി. അല്ലാഹു ആണ് എന്റെ പരിപാലകൻ. അതിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പറയാറില്ലേ, റളീനാ ബില്ലാഹി റബ്ബാ. അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നവരല്ലേ നമ്മൾ? അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നവരല്ലേ നമ്മൾ? അല്ലാഹു എന്ത് വിധിച്ചാലും, അല്ലാഹു എന്ത് കണക്കാക്കിയാലും, എന്നെ ഈ വഴിയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നതിൽ 100% ഞാൻ സംതൃപ്തനാണ്. ഇത് പറയാൻ നമുക്ക് കഴിയണം. ചിലപ്പോ നിങ്ങളെ ജ്യേഷ്ഠന്മാർ വേറെ ജോലിയിലായിരിക്കും, ചിലപ്പോ നിങ്ങളെ ജ്യേഷ്ഠന്മാർ നല്ല ജോബിലെത്തിയിരിക്കും. പടച്ചോനെ ഞാൻ ഈ വഴിക്കായോല്ലോ എന്നല്ല, റളീനാ ബില്ലാഹി റബ്ബാ. അല്ലാഹുവിനെ റബ്ബായി നമ്മൾ പൊരുത്തപ്പെടണം. അല്ലാഹു എന്നെ പരിപാലിക്കുന്നവനാണ്. വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ വേണ്ടത്ര നൽകി എന്നെ പരിപാലിക്കുന്നവനാണ്, എന്നെ പോറ്റുന്നവനാണ് എന്റെ റബ്ബ്. റബ്ബിനറിയാം ഞാൻ ഏത് വഴിക്ക് പോകണം, എന്തായി തീരണം. എന്നിൽ നിന്ന് അല്ലാഹു പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. ഈ വിദ്യാർത്ഥികളെ ഈ വഴിക്ക് കൊണ്ടുവരുന്നതിലൂടെ അല്ലാഹു പ്രതീക്ഷിക്കുന്നത് അവന്റെ ദീനിന്റെ വളർച്ചയാണ്, പുരോഗതിയാണ്. ഈ രീതിയിൽ നമ്മൾ അല്ലാഹുവിനെ മനസ്സിലാക്കി ശരിയായ റൂട്ടിൽ ഇൽമിന്റെ വഴിയിൽ സഞ്ചരിച്ച് ഉസ്താദുമാരെ അനുസരിച്ച് സ്ഥാപനത്തോട് അദബ് കാണിച്ച് നേരായ നിലയ്ക്ക് ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. കൃത്യം 9:00 നിർത്തണം. 5 മിനിറ്റ് ഉസ്താദിന്റെ ദുആ ഉണ്ട്. ആ മജ്ലിസ് നൂർ കഴിഞ്ഞ സമയമാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ഉപ്പമാരോട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് ഞാൻ പറയാണ്, ഇൽമു നാഫിയാവണമെങ്കിൽ തഖ്വ ഉണ്ടാകുക എന്നുള്ളതാണ്. ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫ്. തഖ്വ ഇല്ലാത്ത ഒരു ഇൽമിന് വല്ല പ്രത്യേകതയും വല്ല ശറഫും ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, തഖ്വയില്ലാത്ത ഒരു അറിവ്, വിജ്ഞാനം കരഗതമാക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ സൂക്ഷ്മതയില്ലാത്ത ഒരു ഇൽമിന് വല്ല മഹത്വം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇബ്ലീസിന് വലിയ മഹത്വം ഉണ്ടാകുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസിന് ഇൽമിന്റെ കുറവല്ല, അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നിടത്ത് ഫൈലായി പോയതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നല്ലവണ്ണം നിങ്ങൾ പഠിക്കണം. നല്ല പഠിച്ച് നിങ്ങൾ ഏറ്റവും മിടുക്കന്മാരാവണം. SNECയെ പോലെ സമസ്ത മുന്നിൽ വെച്ച ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വാക്താക്കളാണ് നിങ്ങൾ. നിങ്ങൾ പഠിച്ച് വളർന്ന് ഈ ഉമ്മത്ത് സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറത്തിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ സന്തോഷിപ്പിക്കണം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹായികൾ, ഇസ്മായിൽ ഹാജിയെ പറ്റി നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞു. മദർ റൂമിൽ ഞങ്ങൾ പോയപ്പോ ഇസ്മായിൽ ഹാജിയുടെ വീട്ടിൽ നിന്ന് വളരെ മനോഹരമായ ഒരു മധുര പലഹാരം ഉണ്ടാക്കി ബംറാൻ ഉസ്താദ് നമുക്കൊക്കെ തന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. അവർ പറഞ്ഞു, ആചാര്യരുടെ സഹകരണങ്ങളൊക്കെ പറഞ്ഞു. അത്തരം ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നലെ മുതൽ, ഇത് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തിന്റെ കൂടെ നിന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പല വിധത്തിലും ഇതിന്റെ കൂടെ നിന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ദുആയിൽ അവരൊക്കെ ഉണ്ടാവണം. ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട ശൈഖുനാ ബംറാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇനിയും വളരണം. വലിയ ഉത്തുംഗതയിലേക്ക് നിലവിലെത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും അതിനേക്കാളും വലിയ ഉത്തുംഗതയിലേക്ക് സ്ഥാപനം എത്തണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം സഹായികൾ ഈ സ്ഥാപനത്തിനുണ്ടാവണം. ഉള്ള സഹായികൾക്കെല്ലാം അള്ളാഹു ധാരാളം ബറക്കത്ത് ചെയ്യണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ഗുരുനാഥന്മാർ ഇവരുടെ ത്യാഗപൂർണമായ ഒരു ജീവിതം കൊണ്ട്
വിശ്രമമില്ലാത്ത ഓട്ടത്തിനിടയിലും നിങ്ങൾക്ക് ഓതിത്തരുന്ന ഇൽമു കൊണ്ട് നിങ്ങളുടെ ഭാവി വലിയ ഭാസ്വരമായ രീതിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണവർ. ആ രീതിയിൽ വളരാനുള്ള തൗഫീഖ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദിന്റെ വാക്ക് അത് പാലിക്കുക എന്നുള്ളത് ഉസ്താദിന്റെ എന്റെ ഗുരുതുല്യനായി ഞാൻ കാണുന്ന ഒരാളാണ് ബംബ്രാൻ ഉസ്താദ് പറഞ്ഞാൽ. അപ്പൊ അവര് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം 1 മിനിറ്റ് പോവലും അദബിനെതിരാണ്. ഞാൻ ഇത്രയും പ്രസംഗിച്ച് ഞാൻ തന്നെ എതിര് ചെയ്യൽ ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യം 1 മണിക്കൂർ ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.